വരുമ്പോ നമുക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് സിനിമകളൊന്നും ഇല്ലാതെ ഈച്ചനിയായിട്ടിരിക്കുന്ന രഞ്ജിനി നമ്മളെ മാർക്കോ സിനിമയ്ക്കെതിരെ പ്രതികരിച്ചു തുടങ്ങി. ഓ യജാതിയിലെ കണ്ടോക്കി. ഇപ്പോ മാർക്കോ ഇങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. ഇത് കൊറിയൻ ജാപ്പനീസ് ഇൻഫ്ലുവൻസ് എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് ഇത് നമ്മളുടെ മൂവിന്റെ ഇൻഫ്ലുവൻസ് തന്നെ അത് പറയണം. പേടിയാവുന്നുണ്ട് കേട്ടോ. ഇതിലും പേടിയുള്ള പടങ്ങൾ വേറെ ഉണ്ട് അമ്മച്ചി. നമ്മളുടെ മലയാളി തീമേ അല്ല കേട്ടോ. നമുക്ക് ഒരു യൂണിക്കാണ് എന്താ പറയാ കൾച്ചർ ഉണ്ട്, ഇഷ്ടം പോലെ നമുക്ക് സ്ക്രിപ്റ്റ് ഉണ്ട്. വയലൻസ് മാത്രം സ്ക്രിപ്റ്റ് അല്ല. അതെ, നമുക്കൊരു യൂണിക്കായ കൾച്ചർ. അതിന് എല്ലാ പടത്തിലും നായകൻ ഇങ്ങനെ നായകനെ സ്നേഹിച്ച് കിടക്കുക, കുറെ കഴിയുമ്പോൾ നായകൻ നായകനെ കല്യാണം കഴിക്കുക, അതിൽ കുറെ കോമഡി മിക്സ് ചെയ്യുക, അതൊക്കെ തന്നെ. നമ്മളോട് കുഞ്ഞുങ്ങളാണ്, നമ്മളോട് കുട്ടികളാണ്, അവർ നാളത്തെ ലീഡേഴ്സ് ആണ്. നാളെ ഇവരാണ് ലീഡേഴ്സ് ആവാൻ പോകുന്നു. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇവർ നശിച്ചു പോறது എനിക്ക് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പൊന്നമ്മച്ചേ, ഈ വയലൻസ് ഉണ്ട്, അത് നമുക്ക് നിർത്തിക്കണം. സംഭവമൊക്കെ ശരിയാ, പക്ഷെ അതിനൊക്കെ മുമ്പ് നിർത്തിക്കേണ്ട വേറെ കുറെ സംഗതികളുണ്ട് ഇവിടെ. ഈ പറഞ്ഞ കൊലപാതകങ്ങളൊക്കെ നടക്കുന്ന ഈ വയലൻസുള്ള ഈ സിനിമകളൊക്കെ പാടെ കണ്ടോന്നല്ല. കേരളത്തിലെ 3.5 കോടി ജനങ്ങളും ഈ വയലൻസും കണ്ടിട്ട് ഇപ്പൊ നാളെ കത്തിയും വടാക്കെടുത്തിട്ട് ഇറങ്ങണില്ലല്ലോ. ഈ ആദ്യം ഡ്രഗ്സ്, അതിനെതിരെയാണ് നിങ്ങളൊക്കെ പൊരുതേണ്ടതേ. വല്ലാത്ത ജാതി.